വിശദമായി നോക്കാം. വന്ദേ ഭാരതിന് സമയക്രമമായി. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 12:30 കണ്ണൂർ എത്തും. കണ്ണൂരിൽ നിന്ന് 2 മണിക്ക് തിരിച്ച് 9:20 തിരുവനന്തപുരത്ത് എത്തും. നന്ദകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദകുമാർ, ഏവരും ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് എപ്പോഴാണ് ഈ സമയക്രമം വരിക, നിരക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. എന്തായാലും ഒടുവിൽ അതിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രയൽ റൺ നടത്തിയത് അതേസമയം തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി കേരളത്തിന്റെ റെയിൽ പാതയിലൂടെ സർവീസ് നടത്തുക. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 12:30 കണ്ണൂരിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. തിരിച്ച് കണ്ണൂരിൽ നിന്ന് 2 മണിക്ക് പുറപ്പെട്ട് 9:20 തിരിച്ച് തിരുവനന്തപുരത്ത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ. എന്തായാലും എക്കണോമിക് കോച്ചിൽ ഏകദേശം ഭക്ഷണം ഉൾപ്പെടെ 1400 രൂപയാണ് നിരക്ക് വരുന്നത്. എക്സിക്യൂട്ടീവ് കോച്ചിൽ ഭക്ഷണം ഉൾപ്പെടെ 2400 രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്ഷണത്തിന്റെ ആ ഒരു അളവ് അത് എക്കണോമിക് കോച്ചിൽ കുറവായിരിക്കുകയും എക്സിക്യൂട്ടീവ് കോച്ചിൽ കുറച്ച് കൂടുതലായിരിക്കുമെന്നും ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 78 സീറ്റ് വീതം 12 എക്കണോമിക് കോച്ചുകളാണ് ഇപ്പോൾ നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലുള്ളത്. 54 സീറ്റ് വീതം 2 എക്സിക്യൂട്ടീവ് കോച്ചുകളും ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിലുണ്ട്. അതോടൊപ്പം തന്നെ മുന്നിലും പിന്നിലും എഞ്ചിനോടൊപ്പം തന്നെ ഏകദേശം 44 സീറ്റ് വീതമുള്ള 2 കോച്ചുകൾ വേറെയുമുണ്ട്. എന്തായാലും ആദ്യ സർവീസ് 25 തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന ഒരു വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷമായിരിക്കും ആദ്യ സർവീസ് ഉണ്ടാവുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇപ്പോൾ സഞ്ചരിക്കില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളിൽ ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഫ്ളാഗ് ഓഫ് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 25 യാത്രക്കാരായിരിക്കും ആദ്യ സർവീസിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു സർവീസിൽ ഉണ്ടാവുക. ആ 25 യാത്രക്കാരുമായി പ്രധാനമന്ത്രി സംവദിക്കും എന്ന കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 25 തന്നെ ഫ്ളാഗ് ഓഫ് നടത്തുകയും നിരക്ക് അടക്കമുള്ള കാര്യങ്ങളുടെ അവസാന ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റെയിൽവേ പുറത്തിറക്കുകയും ചെയ്യും. ആര്യ, ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്.